എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഒരുപാട് വേദികളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ മുന്നിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവനും അമ്മമാരാണ്, ഉമ്മമാരാണ് എന്നതാണ്. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാരാണ്, മക്കളുടെയൊക്കെ ബർത്ത്ഡേ. അപ്പൊ എന്താണ് ബർത്ത്ഡേ, ജന്മദിനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങളുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും അർത്ഥവത്തായ ഉത്തരം നൽകിയ, അതിനെ വിവക്ഷിച്ച വ്യക്തി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സർ അവർകളാണ്. എന്താണ് ബർത്ത്ഡേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, കുഞ്ഞു കരയുന്നത് കേട്ട് അമ്മ ചിരിച്ച ദിവസം. നമ്മുടെ മക്കൾ കരയുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അമ്മമാര്. കുഞ്ഞു കരയുമ്പോ എന്തെന്റെ കുട്ടിക്ക് പറ്റിയേ, അവൾക്ക് അല്ലെങ്കിൽ അവൻ എന്തോ വേദനിച്ചല്ലോ, പടച്ചോനെ അവൾക്ക് മുള്ളു കുത്തിയോ, കാല് വെച്ചു കുത്തിയോ, ഇങ്ങനെയൊക്കെ വേവലാതിപ്പെടുന്ന അമ്മ, ഉമ്മ കുഞ്ഞു കരയുന്നത് കേട്ട് ആദ്യമായി ചിരിച്ചത് അവരുടെ ബർത്ത്ഡേക്കാണ്, അവർ പിറന്ന സമയമാണ്. ആ കരച്ചിലൊരു അനിവാര്യത കൂടിയാണ്, അതിന് ശാസ്ത്രീയമായ അടിത്തറ കൂടിയുണ്ട്. ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നത്, എൻ്റെ കുഞ്ഞ് ആരോഗ്യവതിയായി, ആരോഗ്യവാനായി, ജീവനോടെ നല്ല കുഞ്ഞായിട്ട് ഭൂമിയിൽ പിറന്നു, പരമകാരുണ്യവാനായ പടച്ചവന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ കുഞ്ഞ് ആരോഗ്യവാനാണ് എന്ന ഉറപ്പുവരുത്തലാണ് ആ സന്തോഷം. അതാണ് അമ്മ. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ, അതിൽ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യം, അല്ലയോ പ്രവാചക, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ആരോടാണ്? പ്രവാചക തിരുമേനിക്ക് ഒറ്റ മറുപടിയേ ഉണ്ടായുള്ളൂ. ആ മറുപടിക്ക് ഒരു താമസവും ഉണ്ടായില്ല, ഒറ്റ ഉത്തരമേ ഉണ്ടായുള്ളൂ, നിങ്ങളുടെ മാതാവിനോട്. രണ്ടാമത് ചോദിക്കുന്നു, അടുത്തത് ആരോടാണ്? രണ്ടാമത് ആരോടാണ്? വീണ്ടും ഉത്തരം വന്നു, നിങ്ങളുടെ മാതാവിനോട്. മൂന്നാമത് ചോദിക്കുന്നു, അടുത്തത് ആരോട്? നിങ്ങളുടെ മാതാവിനോട്. നാലാമത് ചോദിച്ചപ്പോൾ മാത്രമാണ് പറയുന്നത്, നിങ്ങളുടെ പിതാവിനോട്. ഒന്നും രണ്ടും മൂന്നും സ്ഥാനം മാതാവിന് പോകുമ്പോൾ പിതാവ് പോലും നാലാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന, വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത സുകൃതം. ആ സുകൃതം, ആ വാക്കാണ് ആ പ്രാസംഗികൻ. ആ പ്രാസംഗികൻ വേറെ ആരുമല്ല, നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ MP, മെമ്പർ ഓഫ് പാർലമെന്റ് ശ്രീ അബ്ദുൽ സമദ് സമദാനി സാഹിബ് അവർകളുടെ പ്രസംഗത്തിലാണ് ഞാൻ അത് കേട്ടത്. അതാണ് അമ്മ. 9.5 മാസക്കാലം കുഞ്ഞിനെ ഉദരത്ത് കൊണ്ടു നടന്ന ആ ഒരു കണക്കല്ല, ആ ഒരു 9.5 മാസക്കാലം എന്ന് പറയുന്നത് ഒരു ത്യാഗത്തിന്റെ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ മക്കളോടൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അമ്മ. അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് മണിക്കൂറോളം വേണ്ട, ഞാൻ അതിലേക്ക് പോണില്ല. ആ അമ്മമാരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ ഞാൻ വന്നു നിൽക്കുമ്പോൾ എൻ്റെ തോളില് നക്ഷത്രങ്ങളുടെ, ഒരുപാട് നക്ഷത്രങ്ങളുടെ തിളക്കമോ ഒന്നുമില്ല. ഒരു സാധാരണ എക്സൈസുകാരനാണ്, പോലീസുകാരനാണ്. പക്ഷേ എന്നെ ഈ വേദിയിൽ, ഇത്രയും പ്രൗഢ ഗംഭീരമായ ഈ വേദിയിൽ എന്നെ കൊണ്ടുപോയി നിർത്തിക്കാൻ കാരണം എൻ്റെ ചില പ്രവർത്തനങ്ങളാണ്, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ. അതിന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതിൽ 100% കടപ്പാടും ഈ ലോകത്ത് എനിക്ക് എൻ്റെ അമ്മയോടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ള 1600-ലധികം വേദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സദസ്സിനെ ഞാൻ എൻ്റെ 2 കൈയും കൂപ്പി ആദ്യമായി നമിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. അമ്മയുടെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രാധാന്യത്തിന്റെ കൂടെ ഒരു ചെറിയ സംഭവം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഈ ഇരിക്കുന്ന ഫോണിനകത്ത് ഒരുപാട് അമ്മമാര് വിളിച്ച് കരയുന്ന കരച്ചിലുകളുണ്ട്. കരച്ചിലുകൾ, അത് കോൾ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്, ആരും കേൾപ്പിക്കാൻ പറ്റില്ല, അത് ശരിയല്ല. അതിലൊരു അമ്മ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്ക്, സാറേ, എൻ്റെ മോന് ഞാൻ വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റൂലല്ലോ, അങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവനെ ഞാൻ കൊന്നുകളയുമായിരുന്നു, പക്ഷെ അവനെ ഞാൻ പ്രസവിച്ചതല്ലേ എന്ന് ഒരമ്മ പറഞ്ഞ കോൾ റെക്കോർഡിങ് ഇതിനകത്തുണ്ട്. ഒരമ്മ അങ്ങനെ പറയണമെങ്കിൽ അതെന്താണ് അവസ്ഥ? അതുകൂടി നമ്മൾ ചിന്തിക്കണം, അതുകൂടി ചിന്തിക്കണം. അത് സംസാരിക്കാനാണ് ഇന്ന് ഷാഫി സാറ് എന്നെ വിളിച്ചത്.
അപ്പോൾ 2018 ശക്തമായ ഒരു പ്രളയം വന്നപ്പോൾ, പ്രളയം നമ്മളത്ര ബാധിച്ചിട്ടില്ല. ഞാനൊക്കെ പൊന്നാനി ഭാഗത്തായിരുന്നു എനിക്ക് ഡ്യൂട്ടി. അവിടെ ഭാരതപ്പുഴ കരകവിഞ്ഞൊഴുകി, പുഴയേത് കരയേത് കടലിൽ ചേരുന്ന ഭാഗമാണ്. തിരിച്ചറിയാൻ പറ്റാത്ത ശക്തമായ വെള്ളപ്പൊക്കം. ആ സമയത്ത് ഏതോ ഒരു മഹാനായ കവി, അത് ആരാണെന്ന് പോലും എനിക്കറിയില്ല, ഒരു കവിത എഴുതി. ആ കവിത ഇതായിരുന്നു: കുഞ്ഞേ, പാഠപുസ്തകങ്ങളെല്ലാം പ്രളയത്തിൽ ഒലിച്ചു പോയെങ്കിൽ എന്ത്? പാഠപുസ്തകങ്ങളെല്ലാം പ്രളയത്തിൽ പോയി, ഒലിച്ചുപോയി. പാഠപുസ്തകങ്ങളെല്ലാം പ്രളയത്തിൽ ഒലിച്ചു പോയെങ്കിൽ എന്ത്? പഠിച്ചില്ലേ താളുകൾക്കപ്പുറത്തുള്ള ജീവിത പാഠം. താളുകൾക്കപ്പുറത്തുള്ള ജീവിത പാഠം. അതെന്താണ് ആ ജീവിത പാഠം? അപ്പൊ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അവര് എംഇടിയിലെ സ്കൂളിനെ കുറിച്ച് പറയാനാണ് ഞാൻ അതിലേക്ക് വരുന്നത്. ഇവിടെ പഠിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സ് പറയാണ്, എംഇടിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം താളുകൾക്ക് അകത്തുള്ളത് മാത്രമല്ല അവർ പഠിക്കുന്നത്. താളുകൾക്ക് അകത്ത് എന്താ ഉള്ളത്? അവരോട് ചോദിക്കൂ, നമ്മുടെ മക്കളോട് ചോദിക്കൂ, ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവര് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയും. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. എന്നാണ് ഗാന്ധിജി ജനിച്ചത് ചോദിച്ചാൽ അവർ പറയും ഒക്ടോബർ 2-നാണ്. വർഷം ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ പോലും ഭൂരിഭാഗം പേരും പറയും 1869 ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. അത് അറിവാണ്, പഠിച്ചതാണ്, താളുകൾക്കകത്ത് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലാണോ? അല്ല. ഷാഫി സാർ വിചാരിക്കും എന്താ ഇപ്പൊ ഗണേഷ് പറയാൻ പോണേ അല്ലേ? ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലല്ല മക്കളെ, പോർബന്തറിലും അല്ല. അവിടെ മക്കള് നമ്മുടെ മിടുക്കിമാർ അവിടെ നിൽക്കുന്നുണ്ട്, JRCയുടെ മിടുക്കിമാര്. ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലല്ല, പോർബന്തറിലല്ല, 1869-ലല്ല, ഒക്ടോബർ 2-ന് അല്ല. ഗാന്ധിജി ജനിക്കുന്നത് 1893-ലാണ്. 1893 ജൂൺ 8-ാം തീയതി മഴയുള്ള ഒരു രാത്രിയിലാണ് ഗാന്ധിജി ജനിക്കുന്നത്. ശക്തമായ മഴയുണ്ട്, ഇടിയും മിന്നലും ആർത്തലച്ച് പെയ്യുന്ന മഴയും കോളിളക്കം സൃഷ്ടിച്ച ആ രാത്രിയില് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മരീസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കൈവശമുണ്ടായിട്ടും, 1-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള റെയിൽവേ ടിക്കറ്റ് കൈവശമുണ്ട്, എന്നിട്ടും കറുത്തുപോയി, നിറം കൊണ്ട് കറുത്തുപോയി എന്ന പേരിൽ ഒരു കറുത്ത വർഗക്കാരനെ ഒരു വെള്ളക്കാരൻ തൻ്റെ ഇടങ്കാല് കൊണ്ട് ചവിട്ടി ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിപ്പിച്ച ആ നിമിഷം അവിടെ വെച്ച് നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനും പീഡിപ്പിക്കപ്പെടരുത്, മാറ്റി നിർത്തപ്പെടരുത്, അതിനെതിരെ പ്രവർത്തിക്കാൻ ഉറപ്പിച്ചതുമാണ് എൻ്റെ ജീവിതം എന്ന് മോഹൻദാസ് കരംചന്ദ് എന്ന് പേരുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എപ്പോഴാണോ ആ തീരുമാനമെടുത്തത് അപ്പോ അവിടെ വെച്ചാണ് ഗാന്ധിജി ജനിക്കുന്നത്. ഒക്ടോബർ 2-ന് ജനിച്ചത് മോഹൻദാസ് കരംചന്ദാണ്. അത് അറിവല്ല, ഞാനീ പറഞ്ഞത് അറിവല്ല. അത് എഴുതി വെച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല, ഒരു ക്വിസ് പ്രോഗ്രാമിന് പോയാൽ അതിന് മാർക്ക് കിട്ടില്ല. അതിന് അറിവ് നിർബന്ധമാണ്. അറിവുണ്ടെങ്കിലേ നമ്മുടെ മക്കൾക്ക് A+ ഉണ്ടാവൂ. A+ വേണം, നമുക്ക് വേണ്ടേ? A+ വേണം. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞത് അവർ പഠിച്ച അറിവിന്റെ ഉള്ളിലൂടെ താളുകൾക്ക് അപ്പുറത്ത്, ആ അറിവിന്റെ അപ്പുറത്ത് പഠിച്ച ചില അറിവുകളാണ്. ഈ അറിവുകൾക്ക് പറയുന്ന പേരാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ മക്കൾ പരീക്ഷയിൽ മാത്രം A+ കിട്ടിയാൽ പോരാ, ജീവിതത്തിൽ കൂടി അവർക്ക് A+ കിട്ടണം. അവര് ജീവിതത്തിന്റെ ഉന്നത തലങ്ങളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അവര് വഴി പിഴയ്ക്കാതെ മനോഹരമായ മനസ്സിന്റെ ഉടമകളായിട്ട് അവർ വളരണമെങ്കിൽ തിരിച്ചറിവ് കൂടി വേണം. ആ തിരിച്ചറിവ് കൂടി പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് MET സ്കൂൾ എന്ന് എനിക്ക് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. കാരണം അവരുടെ ഈ പ്രവർത്തനങ്ങളിൽ എന്നും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം നേരിടുന്ന ഭീകരമായ ക്രൂരതയുള്ള ഓരോ പൈശാചികതയ്ക്കും എതിരെ പ്രവർത്തിക്കാനും അതിനെതിരെയുള്ള ബോധം നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കാനും MET സ്കൂൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്കൂളിനകത്തുള്ള കുട്ടികൾക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലും നല്ലത് വരണം എന്ന് കരുതിയിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന കൂടി ഒരു സ്കൂളാണ് MET സ്കൂൾ.
അതിൻ്റെ ഭാരവാഹികളെ ഈ സമയത്ത് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മ വിളിച്ച് കരഞ്ഞ കരച്ചിൽ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയോ, ഞാൻ പൊന്നാനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറ്റിപ്പുറത്ത് നിന്നും പൊന്നാനിയിലേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട്. വലിയൊരു ഹൈവേ ആണ്. ഈ ഹൈവേ റൂട്ടിലൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് ഓടിച്ചിട്ട് ഞാൻ പോവാണ്. ഞാനാണ് ഓടിക്കുന്നത്. ഇടതുഭാഗത്ത് ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ സാർ ഇരിക്കുന്നുണ്ട്. സാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. ഈ സ്ത്രീയുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അത് ഉണ്ടാവാനുള്ള ഒരു അവസരം, ഒരു സാഹചര്യം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫോൺ വന്ന പാടെ സാറ് ചോദിച്ചു, എന്തേ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, സാറേ ഒന്ന് പെട്ടെന്നൊന്ന് എന്റെ വീട് വരെ ഒന്ന് വരുമോ, ഒന്ന് ഓടി വരുമോ? സാറ് ചോദിച്ചു, എന്താ കാര്യം? സാറേ അതൊന്നും പറയാൻ സമയമില്ല സാറേ, എന്നെ രക്ഷിക്ക് സാറേ എന്നൊരു ശബ്ദമേ കേട്ടുള്ളൂ. പിന്നെ ഒരു ശബ്ദം കേട്ടു. ഈ ഫോൺ തെറിച്ചതാണോ അല്ലെങ്കിൽ അടിച്ചു തെറിപ്പിച്ചതാണോ എന്നറിയില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന വീടാണ്. ഭാഗ്യവശാൽ ഞങ്ങൾ ആ പരിസരത്തുണ്ട്. ചിലപ്പോൾ കുറെ ദൂരേക്ക് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അന്ന് ആ പരിസരത്ത് ഉണ്ടായത് കൊണ്ടും ഞങ്ങൾക്ക് അറിയുന്ന വീടായത് കൊണ്ടും 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയപ്പോ ഞങ്ങൾ കണ്ട കാഴ്ച, ആ വിളിച്ച ആ സ്ത്രീയും ഒരമ്മയായിരുന്നു. ഞാനത് അമ്മയെ കുറിച്ച് പറയാൻ കാരണം, ആ വിളിച്ച സ്ത്രീയും ഒരമ്മയാണ്, ഒരു ഉമ്മയാണ്. ഈ ഉമ്മയുടെ ഈ കഴുത്തിന്, ഇടത്തെ കൈകൊണ്ട് അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരുടെ മകൻ ഈ ഉമ്മയെ തള്ളിക്കൊണ്ടുപോയി ചുമരിനോട് ചാരി നിർത്തി ഇങ്ങനെ കുത്തി പൊന്തിക്കുകയാണ്. ശ്വാസം കിട്ടാതെ അവർ പെടയുന്നുണ്ട്. ആകെ എത്ര ഉയരേ ഒരു കൊച്ചു സ്ത്രീ, അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ, അവർ പെടയുന്നുണ്ട്. ഈ മകൻ അമ്മയോട് പറയുന്ന വാക്കുകൾ എനിക്ക് ഈ മൈക്കിലൂടെ എന്നല്ല, പരസ്യമായിട്ട് എവിടെയും പറയാൻ പറ്റാത്ത വാക്കുകളാണ് സ്വന്തം അമ്മയോട് ഈ മകൻ പറയുന്നത്. ഒരു കൈ കൊണ്ട് കഴുത്തിന് പിടിച്ചിട്ടുണ്ട്, മറു കൈ ചുരുട്ടിയിട്ട് ഈ അമ്മയുടെ അടിവയറിനിട്ട് ഇടിക്കാൻ വേണ്ടി കൈ പുറകോട്ട് എടുക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലണേ. ഇത് കണ്ട പാടെ ഞങ്ങൾ പെട്ടെന്ന് ഈ കാഴ്ച കണ്ടപ്പോ ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ. അവനാ പിടിവിട്ടു. ഒരു പക്ഷേ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ ഇടി ആ അമ്മയുടെ ഇവിടെ തന്നെ കൊള്ളും. എവിടെ? ഈ അടിവയറിൽ. അവിടെയാണ് അവൻ കിടന്നത് അവിടെയാ. അവൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഫി സാർ, നമ്മുടെ ഉസ്താദ് സാർ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു 9.5 മാസക്കാലം. ആ സമയത്ത് നമുക്ക് വേണ്ട സ്നേഹം നമുക്കുണ്ട് അല്ലേ? ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന, ഇപ്പോഴും ഉമ്മമാര് ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് അവരുടെ ജീവിതം സാർത്ഥകമായി എന്നാ പറയണേ. പക്ഷെ എല്ലാവരുടെയും ഉമ്മമാരിപ്പോ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പടച്ചവൻ അവരുടെ ഖബറിന് വിശാലത നൽകട്ടെ. ഈ സമയത്ത് ഇപ്പോഴും അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടം വരും. കാരണം നഷ്ടപ്പെടുമ്പോഴേ അമ്മയുടെ ബലം അറിയൂ. അവനും കിടന്നിട്ടുണ്ട് ആ ഗർഭപാത്രത്തിനടുത്ത്. അതിനാണ് അവൻ ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നത്. എത്ര വയസ്സുള്ള ആളാണെന്നറിയോ? നിങ്ങളുടെ മനസ്സിൽ ചിത്രമുണ്ട്. സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന മകന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ട്. 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, എല്ലാരും മനസ്സിൽ ഓരോ ചിത്ര. ഒന്നുമില്ല. വെറും 14 വയസ്സ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മക്കളുടെ പ്രായം. ആ പരിസരത്തുള്ള പ്രധാനപ്പെട്ട സ്കൂളിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സ്വന്തം ഉമ്മയോട് ഈ ക്രൂരത ചെയ്യുന്നത്. അപ്പോ എത്രത്തോളം നമ്മുടെ സ്കൂളുകളിൽ പോയിരിക്കുന്ന മക്കളെ നമ്മൾ വിശ്വസിക്കണം. ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അപ്പോഴും നിങ്ങൾ കരുതും, ഇത് ഞങ്ങളോട് എന്തിനാ പറയണേ? ഞങ്ങളുടെ മക്കളൊന്നും ഇങ്ങനെ പോകുന്നവരല്ലല്ലോ. സത്യമാണ്, ഞാനും വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഈ കുറ്റിപ്പുറം ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു കോള് വരികയാണ്. ഈ വളാഞ്ചേരി മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളിന്റെ പരിസരം, അന്ന് വെള്ളിയാഴ്ചയാണ്. ഉച്ചയ്ക്ക് കുട്ടികൾ പള്ളിയിൽ പോവും, ലഞ്ച് ബ്രേക്ക് കൂടുതലുണ്ട്. ഈ സമയത്ത് ഈ കുട്ടികൾക്ക് എന്തോ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി ഒരു ചങ്ങാതി വരുന്നുണ്ട്. ഒരു ചോന്ന ബുള്ളറ്റാണ്, വണ്ടി നമ്പർ പറഞ്ഞു, ആളുടെ രൂപം പറഞ്ഞു. ഞങ്ങൾ വേഷമൊക്കെ മാറിയിട്ട് ആ സ്കൂളിന്റെ പരിസരത്ത് വന്ന് നിന്നു. ഈ വേഷത്തിലൊന്നല്ല, ഞാനൊക്കെ ഒരു വെള്ളമുണ്ടും ഒരു ഫുൾ കൈ ഷർട്ടും ശരിക്കും ഉസ്താദിന്റെ വേഷത്തിലൊക്കെയാണ് പോയത്. കാരണം ഒരു നല്ല കാര്യം ചെയ്യാൻ വേഷം മാറുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. പോയി നിന്നു, കിട്ടിയില്ല. അന്ന് ആരും വന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും വിളി വരുന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ ഇന്നുകൂടി വരണം. വെള്ളിയാഴ്ച എന്തായാലും അയാൾ വരുന്നുണ്ട്, ഇടയ്ക്കുള്ള ദിവസങ്ങൾ വരുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ വെള്ളിയാഴ്ചയാണ് എനിക്ക് ലീവ്, അതുകൊണ്ടാണ് ഞാൻ കാണുന്നത്, ഇന്നുകൂടി വരണം. ഞങ്ങൾ പോയി മാറി നിന്നു. കൃത്യസമയത്ത് ആ ബൈക്ക് കയറി വരുന്നു, ചുവന്ന ബുള്ളറ്റ്, വണ്ടി നമ്പർ ശരിയാണ്. ഞങ്ങൾ സിഗ്നൽ കൊടുത്തു, 4 സൈഡിൽ നിന്നും നമ്മുടെ ആൾക്കാർ ഓടി വന്നു. ഈ വണ്ടി നിർത്തിയപാടെ ഓടി വളഞ്ഞ് അതിന്റെ കീ ഊരി ആളെ ഇറക്കി. ഒരാളെ പിടിച്ചാൽ കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്ന് ശരീരം മൊത്തം തപ്പി നോക്കും. ചില സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റാത്ത സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കും. പിന്നെ ഈ മൊബൈൽ ഫോൺ മാറ്റി വെക്കും.
10 മിനിറ്റ് സംസാരിക്കും. പിന്നെ അവൻ്റെ ഫോണിലേക്ക് വരുന്ന കോള് ഞങ്ങളാണ് എടുക്കുക. കാരണം ഇവൻ്റെ ശബ്ദം അനുകരിക്കാൻ പറ്റുന്ന കുറച്ച് മിമിക്രിക്കാരൊക്കെ എക്സൈസിലും പോലീസിലൊക്കെ ഉണ്ട്. ഫസ്റ്റ് കോള് വന്നു, ഒരാൾ വിളിച്ചു, നിങ്ങൾ എവിടെയുള്ളത്? വളാഞ്ചേരി ഉണ്ട്. ഞാൻ വരട്ടെ, ലേശം സാധനം കിട്ടുമോ? ഇങ്ങോട്ട് വരണ്ട ചെങ്ങായിയെ, ഒരു പുതിയ SI വന്നിട്ടുണ്ട് വളാഞ്ചേരി. വെറുതെ ഞങ്ങൾ പറയാ, ഫോണിലൂടെ പറയാണ്, ഒരു പുതിയ SI വന്നിട്ടുണ്ട്. ആ പഹയനെ കൊണ്ട് യാതൊരു സ്വൈര്യമില്ല. എവിടൊക്കെയാണ് വേഷം മാറി നിൽക്കുന്നത് പറയാൻ പറ്റൂല. ഈ പഹയൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ അങ്ങനെ പറയണേ? അല്ലാതെ അങ്ങനെ ഒരാളെ കുറിച്ച് പറയില്ലല്ലോ. ഇതൊരു കാര്യം ചെയ്ത മൂടാലിക്ക് വന്നാ, ബസ് സ്റ്റോപ്പിക്ക് വന്ന് അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. നല്ല തിരക്കുള്ള സമയം, തിക്കും തിരക്കും. ലോറി 24 ചക്രമുള്ള കണ്ടെയ്നർ ലോറികളുണ്ട്. ഈ ലോറിയുടെ ഇടതുഭാഗത്തു കൂടെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു ബുള്ളറ്റല്ല, ഒരു പ്രത്യേക തരം ബൈക്ക്. ആ ബൈക്ക് ഓടിക്കുന്ന ആളെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില അങ്ങനത്തെ ബൈക്കുകൾ ഓടിക്കുന്ന ആള് നമ്മൾ സാധാരണ നിവർന്നിരുന്നിട്ട് ഇങ്ങനെയല്ലേ ബൈക്ക് ഓടിക്കുക. ഇതിങ്ങനെ കിടക്കണ ഒരു ബൈക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒരു ഹാൻഡിൽ കാണും, ഒരു തല കാണും, ഇങ്ങനെ മുന്നിൽ ഓടിക്കുന്ന ആൾ ഇങ്ങനെ കിടക്കുക ചെയ്യാമില്. ഏറ്റവും പുറകിലിരിക്കുന്ന ആൾ കുതിരപ്പുറത്തിരിക്കുന്ന മാതിരി ഇങ്ങനെ ഇരിക്കും. ഒരു ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഈ സാധനം പുറകിലിരിക്കുന്ന ആളുണ്ടല്ലോ ഇങ്ങനെ മേലെ കൂടെ കറങ്ങി കുത്തനെ വീഴും. അങ്ങനത്തെ ഒരു ബൈക്കിൽ ഒരാൾ വന്നു, ഒരു ചെറുപ്പക്കാരൻ, നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷേ ആ ചെറുപ്പക്കാരന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവൻ വന്ന പാടെ ഒരു ഫോൺ എടുക്കുന്നു, ആരെയോ വിളിക്കുന്നു. വിളിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫോണാണ് അടിച്ചേ. മനസ്സിലായോ? നേരത്തെ സാധനത്തിന് വേണ്ടി വിളിച്ച ആളാണ്. ആളുടെ രൂപം ഞാൻ പരസ്യമായിട്ട് ഒരാളെ അവരുടെ ശരീരത്തെ മോശമാക്കി പറയുന്നല്ല കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ലഹരിക്ക് അടിമപ്പെട്ട് എത്തിപ്പെടുന്ന ചില ആൾക്കാരുടെ പ്രത്യേകതകൾ അമ്മമാരറിയണം. അതുകൊണ്ടാണ് പറയണേ. ഈ മുടിയൊക്കെ കൂടെ ഇവിടുന്ന് മുളച്ചിട്ട് ഇങ്ങനെ ചേന മുളച്ചിക്കണമാതിരി ഇങ്ങനെ കുത്തനെ നിൽക്കണ. അങ്ങനെ മുടി വളർത്തുന്ന എല്ലാവരും മോശക്കാരാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുന്ന ആൾക്കാരുടെ രൂപം. മുടി ഇങ്ങനെ കുത്തനെ നിൽക്കണു, പാൻറ് ഊരിപ്പോയിട്ട് അടിയിൽ എത്തിക്കണേ, പാൻറ് അടിയിൽ എത്തിരിക്കണു ഊരിപ്പോയിട്ട്, ഷർട്ടിന്റെ ബട്ടൺസ് തലങ്ങ് ഇട്ടിരിക്കണേ, ബോധമില്ല. ചിലവര് സുറുമ കണ്ണ് എഴുതിയിട്ടുണ്ട്, ആൺകുട്ടികളാണ്, കണ്ണ് എഴുതിയിട്ടുണ്ട്, സുറുമയാണ്. ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നനക്കില്ല, കുളിക്കില്ല, പല്ല് തേക്കില്ല, ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. രാവിലെ ഉണരുന്നത് തന്നെ എങ്ങനെ സാധനം കിട്ടും എന്ന് കരുതിയിട്ടാ. ഇങ്ങനെ ഒരാളാണ്. ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോയി. അടുത്ത കോള് വരുന്നു, അടുത്ത സ്ഥലം പറയുന്നു. അമ്മമാര് കേട്ടോളൂ, ആദ്യത്തെ 2.5 മണിക്കൂറിനുള്ളിൽ 22 വിളികൾ വന്നു. 22 വിളി. ആ 22 വിളിയിൽ ഒരു വിളി ഒരു സ്ത്രീ വിളിച്ചിരുന്നു. സ്ത്രീകളും ഇതിന്റെ കാരിയേഴ്സ് ആയിട്ടുണ്ട്, ഉപഭോക്താക്കളായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ ഫോൺ എടുത്തു. സ്ത്രീകളും ഉണ്ട്, പെൺകുട്ടികളും അടിമപ്പെടുന്നു. അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോണില്ല. പക്ഷെ ആ വിളിച്ചത് അവന്റെ ഈ പിടിച്ചിടുന്ന ആളുടെ ഭാര്യയായിരുന്നു. ബാക്കി 21 കോളുകളും ഈ സാധനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഭോക്താക്കളായിരുന്നു. അതിൽ 18 പേരെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു. 18 പേരെ ഞങ്ങളുടെ ഓഫീസിന്റെ ആ ലോക്കപ്പിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കൈ കെട്ടി തല താത്തി നിൽക്കുകയാണ്. ഇവരെ വീട്ടുകാരെ മുഴുവൻ ഞങ്ങൾ വിളിച്ചു. രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും ഒക്കെ ഓടിക്കതച്ച് അവിടെ വരികയാണ്. ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങളുടെ ലോക്കപ്പ് മുറിയുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ സ്വന്തം മകൻ അവിടെ കസ്റ്റഡി നിൽക്കുന്ന കാണുമ്പോൾ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ പരിസരം മറന്ന്, ഞങ്ങളെപ്പോലെ യൂണിഫോം ഇട്ട് ഒരുപാട് പേര് അവിടെയുണ്ട്, ഞങ്ങളൊക്കെ തള്ളി മാറ്റി ഞങ്ങൾ ഇടയിലൂടെ ഓടിച്ചെന്ന് സ്വന്തം മകനെ വലിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നതും ഇടിക്കുന്നതും ഞങ്ങൾ കാണുകയാണ്. അടിക്കുകയാണ്. അപ്പം അടിച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടികളെ അടിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ അടിക്കണം എന്ന് ഞാൻ പറയില്ല. അടിക്കേണ്ട സമയത്ത് അടിക്കാത്തത് കൊണ്ട് കുഴപ്പം. അടിക്കണം എന്നുള്ള അർത്ഥം ഞാൻ വേറെ ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. കരയാണ്. വേറെ ചിലർ ഓടി വന്ന് ഒരു നോട്ടേ നോക്കിയുള്ളൂ. സ്വന്തം മകനെ കാണുമ്പോൾ തിരിഞ്ഞു പോയി, ഒറ്റ പോക്ക് പോയി. ആ മൂലയിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് മുഖം പൊത്തി നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പൊട്ടി കരയാണ്. ഞങ്ങൾ ചെന്നിട്ട് പറയും, എന്തിനാ കരയണെന്തിനാ, കരഞ്ഞിട്ട് എന്താ കാര്യം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന വാക്ക്, സാറേ എൻ്റെ മോൻ അവൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധിച്ചു കൊടുക്കും. ഞങ്ങൾ അങ്ങനെയാണ് അവനെ വളർത്തിയത്. എൻ്റെ കുട്ടി എന്ത് ആഗ്രഹം പറഞ്ഞാലും നടത്തി കൊടുക്കും. മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു, സാധാരണ ഫോൺ പോരാ, 20,000 രൂപയുടെ ഒരു ഫോൺ അവൻ ചോദിച്ചേ, ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ പൈസക്കാരൊന്നല്ല സാറേ, എന്നാൽ പോലും എൻ്റെ കുട്ടിയുടെ ആഗ്രഹമല്ലേ, ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. 2 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് രാവിലെ പോകുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഫുട്ബോൾ കളിക്കാൻ ഡ്രസ്സ് വാങ്ങാൻ, ജേഴ്സി വാങ്ങാൻ, ബൂട്ട് വാങ്ങാൻ, ഷൂ വാങ്ങാൻ ഒരു 2000 രൂപ വേണം എന്ന് പറഞ്ഞ് 2000 രൂപയും വാങ്ങിയിട്ട് അവൻ പോയതാണ് സാറേ. ആ 2000 രൂപയുമായിട്ട് അവൻ ഈ സാധനം വാങ്ങാനാണ് പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാറേ. ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ. എല്ലാ രക്ഷിതാക്കളും പറയുന്ന വാക്കാണ്. ആയിരക്കണക്കിന് രക്ഷിതാക്കള് ഒരേ സ്വരത്തിൽ ഇതേ വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല.
അതിൻ്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. കരുതണമായിരുന്നു. കരുതലിന്റെ കുറവാണ്. അതാണ് രണ്ടുത്തരമാണ് അതിനുള്ളത്. കരുതണമായിരുന്നു, കരുതലിന്റെ കുറവാണ്. നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോ, കോളേജ് വിട്ട് വരുമ്പോ സാധാരണ അമ്മയോട് ഉമ്മയോട് ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങി കുടിച്ച് അവിടെ ഇരുന്ന് ആ ബാഗൊക്കെ അവിടെ വെച്ച് ക്ഷീണിച്ച് വരികയാണ്. എന്നാൽ പോലും ഉമ്മാന്റെ അടുത്ത് ഉമ്മ ഇന്നിപ്പോ ഞാൻ ശരിക്കുള്ള ഉത്തരം എഴുതിയത്, എന്നിട്ടും ടീച്ചർ അത് ശരിക്കും നോക്കിയില്ല, എന്നിട്ട് വെറുതെ തെറ്റിട്ടു, ഒരു അടി എന്നെ അടിച്ചു, ഞാൻ ശരിക്കാണ് ഉത്തരം എഴുതിയിരുന്നത് എന്ന സങ്കടം പറയുന്നു മോള് അല്ലെങ്കിൽ മോൻ. അല്ലെങ്കിൽ പറയുന്നു ഉമ്മ എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടിട്ടോ, എന്നെ ഒരുപാട് അഭിനന്ദിച്ചു, എന്റെ അധ്യാപകർ ഒരുപാട് അഭിനന്ദിച്ചു. ഈ സങ്കടവും ഈ സന്തോഷവും പങ്കുവെച്ച് ഉമ്മയോട് വർത്താനൊക്കെ പറഞ്ഞ് പോണ മോൾ അല്ലെങ്കിൽ മോൻ ഒരു ദിവസം വരുമ്പോ ഒന്നും മിണ്ടാതെ അകത്തേക്ക് ഓടിക്കതച്ചു പോയി മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുമ്പോ കരുതണം. കരുതണം. എന്നും ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. രാത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്, രാത്രിയാണ് അതിന് ഏറ്റവും പറ്റിയ സമയം, ഒരു നേരമെങ്കിലും വീട്ടിലുള്ള എല്ലാവരും, ആരൊക്കെ വീട്ടിലുണ്ട്, അച്ഛൻ, അമ്മ, ഉമ്മ, ഉപ്പ, ഉപ്പാപ്പ, അമ്മാമ്മ, ആരൊക്കെയുണ്ടോ എല്ലാവരും, എല്ലാ മക്കളും ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിൽ വലിയ ഗുണമുണ്ട് കേട്ടോ. നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല കേട്ടോ. നമ്മുടെ മക്കള് എത്രത്തോളം ഭക്ഷണം കഴിക്കും, അവരുടെ ഇഷ്ടം എന്താണ്, ഇഷ്ടക്കേട് എന്താണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ സാധാരണ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടി കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ വളരെ പുറകോട്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ഒരു ജാഗ്രത വരുത്താം. എന്തുകൊണ്ടാണ് കുട്ടിക്ക് പറ്റിയേ? വേണമെങ്കിൽ ഡോക്ടറെ കാണിക്കാം. അപ്പോഴാണ് മനസ്സിലാവുക എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പുറകോട്ട് പോണേ. അതിന്റെ ഓപ്പോസിറ്റും വരാം. സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ ഒരു 4 കയ്യിൽ 2 കയ്യിൽ സ്പൂണ് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞ് ഒരുപാട് കഴിക്കുന്നു. അതും നോക്കാം. ഇപ്പൊ ഈയിടെയായിട്ട് വല്ലാത്ത ഭക്ഷണം കഴിക്കും, വല്ലാത്ത വിശപ്പാള കുട്ടിക്ക്. ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ വിശപ്പ് കൂടുതലേ. ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഒരു ചെമ്പ് ചോറൊക്കെ ഒറ്റയ്ക്ക് വാരി തിന്നും, അങ്ങനെയും ആവും. അപ്പൊ ഇതിനൊക്കെ എന്താ പറയുക, ഒരു നേരമെങ്കിലും നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തണം. മക്കളുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ അറിയണം. മക്കളുടെ കൂട്ടുകാരാരാണെന്ന് അറിയണം. ഏറ്റവും കൂടുതൽ വേണ്ടത് കൂട്ടുകാരാണ്. അവരാരാണെന്ന് അറിയണം. നമ്മുടെ മക്കളെ കൂട്ടുകാരെ മാത്രം അറിഞ്ഞാൽ പോരാ, അവരുടെ വീട്ടുകാരെയും അറിയണം. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ പെടാത്ത ഒരു പുതിയ കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരി നമ്മുടെ മക്കൾ അന്വേഷിച്ചു വരുന്നു. ഇവൻ ആരാ അല്ലെങ്കിൽ ഇവൾ ആരാ അന്വേഷിക്കണം. 16, 17, 13 വയസ്സുള്ള മക്കൾക്ക് സമപ്രായക്കാരായ കൂട്ടുകാരാണ് ഉണ്ടാവുക. അല്ലാതെ 16-കാരനും 17-കാരനും 35, 40 വയസ്സുള്ള ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടാവുമ്പോൾ എന്താണ് ഇയാളുമായിട്ടുള്ള ബന്ധം, ഈ കൂട്ടുകെട്ടിന്റെ ആധാരം എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റണം. പൊന്നാനിയിൽ നിന്ന് 18 വയസ്സുള്ള ഒരാളെ ലഹരി മരുന്നിന്റെ കേസിൽ ഒരു പയ്യനെ പിടിച്ച സമയത്ത് അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഏറ്റവും വലിയ ചങ്ക് എന്ന് പറയുന്നത് അവിടെയുള്ള ചമ്മറോട്ടം ജംഗ്ഷനിൽ 62 വയസ്സുള്ള ഒരു ചങ്ങാതിയാണ്. എന്താണ് ഇത്ര വലിയ കമ്പനി എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അച്ഛനെക്കാട്ടും വലുതാന്നാണ് അവൻ പറഞ്ഞതെന്ന്. അറിയണം, നമ്മുടെ മക്കൾ അറിയണം. അതൊന്നും അറിയാതെ എൻ്റെ മോൻ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കരുതേണ്ട സമയത്ത് കരുതണം. ഒരാളെ വിളിച്ചപ്പോൾ അമ്മയെ ഫോൺ എടുത്തേ. അമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ മോന്റെ പേരെന്താ? ഇന്ന പേരാണ്. അവൻ എവിടെ പോയി? രാവിലെ സ്കൂളിൽ പോയതാ. എന്നാൽ അവൻ സ്കൂളിലല്ല പോയേ, ഞങ്ങൾ വിളിക്കുന്നത് എക്സൈസുകാരാണ്, അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർ പറയാണ്, എൻ്റെ മോനത് ചെയ്യൂല, എൻ്റെ മോനത് ചെയ്യൂല. നിങ്ങളുടെ മോൻ തന്നെയാണ്, നിങ്ങൾ ഇതുവരെ ഒന്ന് വാ, നിങ്ങളൊന്ന് വരൂ, വന്നിട്ട് നിങ്ങളുടെ മോനെ കൊണ്ടുപോക്കോ. അവനെ കേസെടുക്കാനൊന്നുമല്ല, അവനെ ഞങ്ങൾ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് അവനെ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ വന്നാൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലെ വിടൂ എന്ന് പറഞ്ഞപ്പോ ആ അമ്മ ഓടിക്കതച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് കയറി വരികയാണ്. 3-ാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലെത്തി. ആ വാതിൽക്കലെത്തുമ്പോഴും അവരെ മനസ്സ് പറയാണ്, എൻ്റെ മോനാവൂല, എൻ്റെ മോനത് ചെയ്യൂല, എൻ്റെ മോനായിരിക്കൂല. ഒരു നോട്ടം നോക്കുമ്പോ സ്വന്തം മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ തലതാത്തി നിൽക്കുന്ന കാണുമ്പോ അവിടെ ബോധമറ്റു വീണു. ഞങ്ങൾ കാണുന്ന കാഴ്ച പറഞ്ഞു, ബോധമറ്റു വീണു. ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ്. ഏതായാലും ഈ മക്കളെയൊക്കെ ഞങ്ങൾ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു വിട്ടു. ഒരു തുടക്കക്കാരായതുകൊണ്ട് മാത്രം അവരെ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. ഇത് ആദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ ആരെങ്കിലും ഒരു അറിയാതെയെങ്കിലും ഇങ്ങനെ ഒരു റൂട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയോ ഒളിച്ചു വെക്കുകയോ അല്ല വേണ്ടത്. അവർക്ക് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. ഇത് നാട്ടുകാരറിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാട്ടുകാരോട് വിളിച്ച് പറയണമെന്നല്ല ഞാൻ പറയണത്. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇത് നാട്ടുകാരറിയോ എന്ന് വിചാരിച്ച് ഇത് മറച്ചു വെക്കും. മറച്ചു വെച്ചാൽ അവസാനം എത്തിച്ചേരുന്ന അവസ്ഥ അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു 10 മിനിറ്റ് കൂടി സംസാരിക്കാൻ എനിക്ക് സമയമുള്ളൂ. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ പോകുന്നു എന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മുടെ വളാഞ്ചേരി വെച്ച് ഒരു വലിയ മയക്കുമരുന്നായിട്ട് ഒരാളെ പിടിച്ചു. ഈ കുളത്തൂരുകാരനാണ്, ഒരു ചങ്ങാതി, ഈ കുളത്തൂരുള്ള.
ആളുടെ ഫോണിലേക്ക് ഒരുപാട് വിളികൾ വന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. അതിൽ വന്ന ഒരു വിളി, ഞാനാണ് ഫോൺ എടുത്തത്. ഒരു ചങ്ങാതി വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയുള്ളത്? പഴയ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചു. ഞാൻ ഇവിടെ ഉണ്ട്, വളാഞ്ചേരി ഉണ്ട്. അങ്ങോട്ട് വരട്ടെ, ലേശം സാധനം കിട്ടുമോ? ഇങ്ങോട്ട് വരണ്ട, എക്സൈസുകാർ പഹയന്മാർ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് തരാൻ പറ്റില്ല. ഇജാ കോട്ടക്കലേക്ക് വന്നു, അവിടെ തരാം, ആ ബാറിന്റെ മുന്നിൽ നിന്നോ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി. അപ്പൊ വീണ്ടും വിളി വരുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഇതേ ശബ്ദം അനുകരിക്കാൻ കിട്ടില്ലെങ്കിൽ പണി പാളി പോവില്ലേ. അതുകൊണ്ട് ഫോണൊക്കെ പൊത്തി പിടിച്ച് ഞാൻ ചോദിച്ചു, എന്തേ? ഓൻ പറഞ്ഞു, നിങ്ങളെ ഇന്നാൾ എനിക്ക് തന്നില്ല, ചപ്പ് സാധനം, അതൊന്നും പറ്റൂല, നല്ല സാധനം കേട്ടോ, വേണം കേട്ടോ. അതേ ഭാഷയിൽ, ഞാൻ ഈ നാട്ടുകാരനാണല്ലോ, അതേ ഭാഷയിൽ ഞാൻ മറുപടി പറഞ്ഞു, അല്ല ചങ്ങായി, എനക്കെന്തെങ്കിലും ഞാൻ ചപ്പ് സാധനം തന്നിട്ടുണ്ടാ? എന്റെ കയ്യിൽ ഈ സാധനമുള്ളൂ, അത് വേണേ ഇങ്ങോട്ട് വന്നാൽ മതി, എനിക്ക് എന്റെ കച്ചവടമൊന്നും വേണ്ട, ഇത് വാങ്ങാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്, ഇത് വന്ന വൈക്കാണ് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ, ഏത് സാധനമായാലും വേണ്ടില്ല, ഒരു 2000 രൂപയുടെ സാധനം മാറ്റി വെച്ച് ബാക്കി വിറ്റാൽ ഞാൻ വേഗം വരാം, എന്നാ വരികയാണെങ്കിൽ പെട്ടെന്ന് വാ, എനിക്ക് എന്നെ കാത്തിക്കാനൊന്നും ഒഴിവില്ല എന്ന് പറഞ്ഞു. ആ ബാറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ തിരക്കിന്റെ ഇടയിൽ ഇവനെ മാത്രം എൻ്റെ എടുക്കാൻ നമുക്ക് കിട്ടണില്ല. അവന്റെ ഫോണിലേക്ക് ഞങ്ങൾ വിളിച്ചു, പലരും ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ആ ആളാണെന്ന് സംശയം തോന്നി. പക്ഷെ നമുക്കൊരു തോന്നല്, ഇവനാണോ വിളിച്ചേ? സംശയം തോന്നാൻ കാരണം, ഇവനാണോ ചപ്പ് സാധനം പറ്റൂല എന്ന് പറഞ്ഞേ തോന്നാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രത്യേകതകൾ, ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. നനക്കില്ല, കുളിക്കില്ല, മുടി ഇങ്ങനെ, പാൻറ് ഇങ്ങനെ, ഷർട്ട് ഇങ്ങനെ. പക്ഷേ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ അങ്ങനെയല്ല. സുമുഖനായ ചെറുപ്പക്കാരൻ, നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, മുടിയൊക്കെ നന്നായി വെട്ടി ക്രോപ്പ് ചെയ്തിട്ട് നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരൻ. ഇവനാണോ ചപ്പ് സാധനം പറ്റൂല എന്ന് പറഞ്ഞേ കട്ട് ചെയ്ത് വീണ്ടും വിളിച്ചു. അവൻ തന്നെയാണ് ഫോൺ എടുക്കുന്നത് എന്നറിഞ്ഞപ്പോ പതുക്കെ ചെന്ന് ഞങ്ങൾ ഈ കോളറിൽ പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, ഞങ്ങൾ എക്സൈസുകാരാണ്, ഒച്ചയും വിളി ഉണ്ടാക്കണ്ട, പുതിയൊരു വാക്കുണ്ട്, സീൻ ഉണ്ടാക്കണ്ട, സീൻ ഉണ്ടാക്കി അനക്കന്നെയാണ് കുഴപ്പം, അതുകൊണ്ട് പതുക്കട് പോരെ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവനെ വിറയ്ക്കാൻ തുടങ്ങി. തൊട്ടപ്പുറത്ത് ഗസ്റ്റ് ഹൗസിൽ ജീപ്പുണ്ട് ഞങ്ങളുടെ, അതിനകത്ത് അവനെ കയറ്റിയിരുത്തിയപ്പോ രക്ഷിതാക്കൾ കേട്ടോളൂ, ഞങ്ങളുടെ കാൽക്കൽ വീണ് കാല് പിടിച്ച്, സുനിൽ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്, സുനിൽ സാറ് ഇവിടെ വന്നിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാമിന്. സുനിൽ സാറുടെ കാല് പിടിച്ച് അവൻ പറഞ്ഞ വാക്ക്, സാറേ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. ഞങ്ങൾ ചോദിച്ചു, എടാ ഇജ്ജ് വലിയ പൈസക്കാരനാണല്ലേ, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാ? അതല്ല സാറേ, കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സാറേ, നിങ്ങൾ ഈ കാര്യം എൻ്റെ അച്ഛനോടും അമ്മോടും പറയല്ലേ. എൻ്റെ അച്ഛനോടും അമ്മോടും പറഞ്ഞാൽ ആ നിമിഷം അവർ ആത്മഹത്യ ചെയ്യും. അതാണ് അവർ, എന്നെ കുറിച്ചുള്ള പ്രതീക്ഷ അങ്ങനെയാണ്, അവർ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു, എന്തിനാടാ പിന്നെ ഈ പണിക്ക് പോയേ? ഇത്രയധികം നിനക്ക് നിന്റെ അച്ഛനോട് അമ്മോട് സ്നേഹമുണ്ടോ? പിന്നെ എന്തിനീ പണിക്ക് പോയി എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ മറുപടി രക്ഷിതാക്കൾ കേൾക്കണം. അവൻ ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ അത്രയും ബ്രില്യൻ്റായ വിദ്യാർത്ഥി, നന്നായി പഠിക്കുന്നവൻ, ക്ലാസ്സിൽ ഒന്നാമൻ, മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഒരു പ്രത്യേകത കൂടി അവനുണ്ടായിരുന്നു. അവൻ ആരും പറയാതെ, അധ്യാപകർ പറയണ്ട, രക്ഷിതാക്കൾ പറയണ്ട, ആരും പറയാതെ ലൈബ്രറിയിൽ പോവും, ബുക്സ് എടുക്കും. ആഴ്ചയിൽ 2 പുസ്തകങ്ങളെങ്കിലും അവൻ അതിൽ ഇരുത്തി വായിക്കും, അത്രയും ഇറങ്ങി വായിക്കും, വെറുതെ വായിക്കല്ല. മലയാള സാഹിത്യത്തില് അവൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല. MT വാസുദേവൻ നായർ സാറോട് നേരിട്ട് സംവദിക്കാനുള്ള അവസരം പോലും അവന് കിട്ടി. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ആ കാലഘട്ടങ്ങളിൽ മലയാളത്തോട് ബന്ധപ്പെടുത്തി നടക്കുന്ന ക്വിസ് പ്രോഗ്രാമുകളിൽ അവനായിരുന്നു 1ാം സ്ഥാനം. അവൻ +2 കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കോഴ്സ്. അച്ഛനോടും അമ്മോടും പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഈ കോഴ്സിന് പോകാനാണ്. പക്ഷേ അച്ഛനും അമ്മയും, ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് MET സ്കൂൾ ഇങ്ങനെ ഒരു പരിപാടി ഇത്രയും അധികം സജ്ജീകരണങ്ങൾ നടത്തി, അത്രയും സാമ്പത്തികമായ ചെലവ് നടത്തിയിട്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഒരു കുഞ്ഞു പോലും, ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കുഞ്ഞു പോലും ഭാവിയിലും ഒരു മോശപ്പെട്ട വഴികളിലേക്കും തിരിഞ്ഞു പോവരുത്, ആന്റി സോഷ്യലായിട്ട് മാറിപ്പോവരുത് എന്ന കൃത്യമായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഒരു ലക്ഷ്യം അവരെ മനസ്സിലുണ്ട്. ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു 5 മിനിറ്റ് സംസാരിക്കൂ, ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഈ കോഴ്സിന് പഠിക്കാനാണ്. അച്ഛനും അമ്മയും വേറൊരു കോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്, നീ ഇത് പഠിച്ചാൽ മതി. അവൻ പറഞ്ഞു, എനിക്ക് പറ്റൂല, എൻ്റെ ആഗ്രഹം ഇതല്ല, അതെനിക്ക് പഠിക്കാൻ സാധിക്കില്ല. ഇവൻ 100 വട്ടം കരഞ്ഞു പറഞ്ഞു. അവൻ പറയാണ്, എത്രയോ വട്ടം കരഞ്ഞു പറഞ്ഞു, എന്നിട്ടും സമ്മതിച്ചില്ല. എന്നെ കൊണ്ടുപോയി ചേർത്തു. ഞാൻ ക്ലാസ്സിൽ പോവും, അധ്യാപകർ വരും, ക്ലാസ് എടുക്കും, എനിക്കൊന്നും മനസ്സിലാവില്ല. കാരണം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ ഒരു ഭാരമുണ്ടെങ്കിൽ, നമ്മുടെ വീട് സ്വസ്ഥമല്ലെങ്കിൽ, വീട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല, ഒന്നും അവർക്ക് മനസ്സിൽ കയറില്ല. അത് യാഥാർത്ഥ്യമാണ്, അതൊരു ശാസ്ത്രീയതയാണ്. ഇവൻ പറയാണ്, ഞാൻ ക്ലാസ്സിൽ പോയിരിക്കും, അധ്യാപകർ വരും, ക്ലാസ് എടുക്കും, ഞാൻ അതുപോലെ എണീറ്റ് പോരും. 3 മാസം തള്ളി നീക്കി, എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, എൻ്റെ തലയിൽ ഒന്നുമില്ല. 3ാമത്തെ മാസം ആദ്യത്തെ പരീക്ഷ നടന്നപ്പോൾ ആ പരീക്ഷയിൽ ഞാൻ തോറ്റു, പരാജയപ്പെട്ടു.
ജീവിതത്തിൽ ആദ്യത്തെ പരാജയം. അവൻ പറയാണ് ഇത് വീട്ടിൽ അറിയിക്കാൻ പറ്റൂല, വീട്ടിൽ അറിയിച്ച എന്താ സംഭവിക്കാന്ന് അറിയില്ല. അങ്ങനെയാണ് വീട്ടിലെ അവസ്ഥ. അന്ന് രാത്രി അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എന്നോട് പറഞ്ഞ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സുനിൽ സാറോടും എന്നോട് പറഞ്ഞ അനുഭവമാണ്. സാറേ, ഇത് വീട്ടിൽ അറിയിക്കാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. രാത്രി അസമയത്ത് ഹോസ്റ്റലിന്റെ 5ാം നിലയിൽ കയറിയിട്ട് അവൻ ചാടാണ്. പക്ഷേ അടുത്ത കാര്യം പറഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണുകൾ വിടരുന്നു, മുഖത്തൊരു മാറ്റം. അവൻ പറയാണ്, സാറേ ഞാൻ മരിച്ചില്ലല്ലോ, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 100% കടപ്പാടും എനിക്ക് എൻ്റെ കൂട്ടുകാരോടാണ് സാറേ. എൻ്റെ കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയത്. എൻ്റെ കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ. അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ. അവൻ പറയാണ് കൂട്ടുകാര്. അത് പറഞ്ഞ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് വല്ലാത്തൊരു ഊർജ്ജസ്വലത. എൻ്റെ കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ. ഒരു കാര്യം കൂടി പറഞ്ഞു, കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ, അവരാണ് സാറേ എനിക്ക് ആദ്യമായിട്ട് ഈ സാധനം തന്നെ. കൂട്ടുകാര് വെറും കൂട്ടുകാരല്ല കേട്ടോ, നമ്മുടെ മക്കൾക്ക് വെറും കൂട്ടുകാരല്ല, ചങ്കാണ്. ചങ്ക് വെറും ചങ്കല്ല, ചങ്ക് ബ്രോ, മരിച്ചാലും കൂടക്കും എന്നാണ് അവരെ വിശ്വാസം. കൂട്ടുകാർ വേണം, യാതൊരു സംശയമില്ല. നന്മ പറഞ്ഞു കൊടുക്കാൻ, നല്ലത് കാണിച്ചു കൊടുക്കാൻ കൂട്ടുകാർ വേണം. അല്ലാതെ ഒരു കൂട്ടുകാരൻ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ ആ തെറ്റിന് കൂടെ നിൽക്കുന്ന കൂട്ടുകാരല്ല നല്ല കൂട്ടുകാര്. നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ കൂട്ടുകാര് ആരാണ് എന്ന് ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ കുറ്റിപ്പുറം, ഞാൻ അധികം സമയം കിട്ടില്ല, എന്നാൽ പോലും ഞാൻ ചുരുക്കി പറയാം. കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിൽ 4-5 പിള്ളേര് വന്നിരിക്കുകയാണ്. എന്തോ മോശപ്പെട്ട സിഗരറ്റ് എന്തോ വലിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വിവരം കിട്ടി, ഞങ്ങൾ ചെന്നു. ഒരു 10 മീറ്റർ മുന്നെത്തിയപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത് പോലീസോ എക്സൈസോ എന്താണ്. എണീറ്റ് ഓടി. നല്ല ഓട്ടക്കാരാണ്, +1 പിള്ളേരാ, നല്ല ഓട്ടക്കാരാണ്. പിന്നാലെ ഞങ്ങൾ ഓടി. അത്യാവശ്യം നല്ല ഓട്ടക്കാർ എക്സൈസിലുണ്ട് കേട്ടാ. പിന്നാലെ ഓടി 3 ആളെ പിടിച്ചു. 2 പേര് നിർത്താതെ ഓടിയാണ്, കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ 3 ആളെ പിടിച്ച് പോരുകയാണ്. കുറെ ഇപ്പുറത്ത് വന്നപ്പോൾ തിരിഞ്ഞു നോക്കി, കാരണം 2 പേരെ കിട്ടിയില്ലല്ലോ. അവര് ഒരു 100 മീറ്റർ അപ്പുറത്ത് എത്തിയാലെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം 3 ചങ്കുകൾ ഞങ്ങളുടെ കയ്യിലാ, തിരിഞ്ഞു നോക്കിയില്ല. പിന്നൊരു പ്രതീക്ഷ ഉണ്ട്, ഈ ഓടിയ കിതപ്പൊക്കെ മാറിയിട്ട് എവിടെയെങ്കിലും പോയി സൈഡാവും. അപ്പൊ കിതപ്പ് മാറുമ്പോൾ ഒരാളോട് ചോദിക്കടാ, ഓലപ്പം എന്താ കാട്ടിട്ടുണ്ടാവുക? ഓലെന്തെങ്കിലും കാട്ടിക്കോട്ടെ ചങ്ങായി, അത് നോക്കണ്ട, ഓലെന്തെങ്കിലും കാട്ടട്ടെ, നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ പറയലടാ, നമ്മളെ ചെങ്ങായിമാരല്ലേ, അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? നമുക്കൊന്ന് പോയി നോക്കുക. ഇജ്ജ് മുണ്ടാന്ന് പോയിക്ക, ഞാനില്ല. അങ്ങനെ പറയലടാ, ഇതാണോ ഈ, എന്നാ വാ പോയി നോക്കുക എന്ന് പറഞ്ഞ് ഒരു ധൈര്യം സംഭരിച്ച് ഞങ്ങളുടെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കാണുമ്പോഴേ, എന്താ കാര്യം? സാറേ ഞങ്ങളെ ചെങ്ങായിമാരാണ് സാർ. അത് ശരി, ഞങ്ങളെ ഓടിയേ സാറേ. ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലേ? ഒരു സിഗരറ്റ് വലിച്ചിട്ടുള്ളൂ. സാറേ സിഗരറ്റ് വലിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. സാറേ അവരെ വിടുമോ എന്ന് ചോദിക്കും. അവർ വരണമെന്നാ ഞങ്ങൾ ആഗ്രഹം. ഈ മക്കളെ മോശക്കാരാക്കണമെന്ന് ഒരാഗ്രഹമില്ല. മക്കളെ നല്ല നിലയിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം. അതാണ്, വെറുതെ അവരെ കേസുപെടുത്തിയല്ല, നല്ല കുട്ടികളായിട്ട് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഏതായാലും വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 2.5 മണിക്കൂർ കഴിഞ്ഞു. ചങ്കുകൾ വിചാരിച്ചു നമ്മുടെ തടി രക്ഷപ്പെട്ടല്ലോ, അവർ പോയി ജയിലിൽ കിടക്കെ, അവർ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി. ഇതാണ് ചങ്കുകൾ. നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ 3-ാമത്തെ മണിക്കൂറിൽ വന്നു. 3-ാമത്തെ മണിക്കൂറിൽ വരികയാണ്, ഓടിക്കതച്ച് വരികയാണ്. ചങ്ക് പൊട്ടിയിട്ടാ വരണേ, കരഞ്ഞുകൊണ്ടാ വരണേ. 3-ാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ എൻ്റെ മോനെവിടെ, എൻ്റെ കുട്ടി എവിടെ? അവൻ എവിടുന്ന പിടിച്ചേ? അവൻ സ്കൂളിൽ പോയതാണല്ലോ, അവൻ എന്ത് തെറ്റാ ചെയ്തേ? എനിക്ക് എൻ്റെ കുട്ടീനെ ഒന്ന് കാണണം, വേഗം കാണിച്ചതാ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഓടി വരാൻ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചങ്ക് പൊട്ടാൻ കൂടെ നിൽക്കാൻ എന്നും എപ്പോഴും അവർ മാത്രമേ ഉണ്ടാവൂ എന്ന യാഥാർത്ഥ്യം നമ്മുടെ മക്കളുടെ മനസ്സിൽ ആദ്യം പകർന്നു കൊടുക്കണം. അല്ലാതെ ഈ കാണുന്ന എല്ലാ ചങ്കുകളും ചങ്കുകളല്ല എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു പോവാണ്. പിന്നാലെ പോയിട്ട് ഇവരെ കൂട്ടുകാർ പോയി പിടിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നെ വിട്, എനിക്ക് മരിച്ചാ മതി. അപ്പൊ കൂട്ടുകാർ ചോദിച്ചു, മരിക്കേ അതെന്തൊട്ട് വർത്തനടാ നീ പറയണേ? മരിക്കേ, ദൈവം തന്ന ജീവിതം വെറുതെ അവസാനിപ്പിക്കാനുള്ളതാണോ? ആണോ? എൻജോയ് ചെയ്യണ്ടാ, നീ ഇങ്ങോട്ട് വാടാ, നിന്റെ ടെൻഷൻ എന്താടാ? നിന്റെ എല്ലാ ടെൻഷനും ഞാൻ മാറ്റിത്തരടാ. ഇതൊരു 2 എണ്ണം പിടച്ചോ? ഓൻ പറഞ്ഞു, എനിക്ക് വേണ്ട. എൻ്റെ ഉമ്മയെങ്ങ അറിഞ്ഞ, നിന്റെ അമ്മയെങ്ങ അറിഞ്ഞ? നിന്റെ അമ്മ എവിടുന്ന് അറിയില്ലടാ, നിന്റെ അമ്മയെന്ന് അറിയാൻ പോണില്ലടാ. ഇത് ആരും അറിയില്ലടാ, ഇത് കുഴപ്പമില്ലടാ, ഇതിന് മണമൊന്നുമില്ലടാ, ഇത് സൂപ്പർ സാധനടാ, ഇത് നല്ല മരുന്നാടാ, ഇത് കുഴപ്പമുണ്ടെന്ന് വെറുതെ പറയണം. നീ ഇങ്ങോട്ട് പാടാ, ഇതൊരു 2 എണ്ണം പിടിപ്പിക്കടാ. വീണ്ടും പറയാ, കൂട്ടുകാർ പിടിപ്പിക്കണ വഴിയാ ഞാൻ പറയണേ. അപ്പോഴും വീണില്ല എങ്കിൽ എനിക്ക് വേണ്ട എന്ന് വീണ്ടും പറഞ്ഞാൽ, അത് ആൺകുട്ടിയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്.
അവിടെ ചോദിക്കും, അല്ലെങ്കിൽ എന്നോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നോടൊക്കെ എന്തിനാ പറയണേ? നീയൊക്കെ ആണാണോ എന്ന് ചോദിച്ചാൽ, ആ ഒരു ചോദ്യം ചോദിച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ വീഴും, ഉറപ്പാണ്. നീ ആണാണോ എന്ന് ചോദിച്ചാൽ അടിയിൽ നിന്നൊരു തരിപ്പിട് കയറും. അയ്യോ, ഞാൻ ആണാണല്ലോ, ഞാൻ ആണാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആദ്യത്തെ പഫ് അല്ലെങ്കിൽ ആദ്യത്തെ സാധനം ചുണ്ടിലേക്ക് എടുക്കും. ആദ്യം മനസ്സിലാക്കണം, ആണത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞ ഇതൊന്നുമല്ല. ഏതായാലും ഇവനെ കൂട്ടുകാർ വീഴ്ത്തി, ഇവനെ ഇത്രയും വായനയുള്ള അറിവുള്ള അവനെ പോലും വീഴ്ത്തി അവനെ കൊണ്ടുപോയി അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. അവൻ പറയാണ്, പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിന്റെ പ്രശ്നം എന്താ? ക്ലാസ്സിൽ പോയ അധ്യാപകർ പറയണമെന്ന് മനസ്സിലാവണില്ല, അതല്ല പ്രശ്നം. നീ ഇങ്ങോട്ട് വാടാ, ഈ മരുന്നിന്റെ പ്രത്യേകത അതാ. ഇത് ലേശം 2 പഠിപ്പിച്ചിട്ടേ അവിടെ പോയിട്ട് ക്ലാസ്സിൽ അവിടെ ഇരുന്നോ. ക്ലാസ്സിൽ പോണതിന്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ പിടിപ്പിച്ചോ, അവിടെ പോയി ഇരുന്നാൽ മതി. അധ്യാപകർ വരുമ്പോ ക്ലാസ് എടുക്കുമ്പോ ശ്രദ്ധിക്കൊന്നും വേണ്ട, അത് നോക്കൊന്നും വേണ്ട. ടീച്ചർ പറയുന്നത് ചെവിയിൽ വന്ന് തട്ടുമല്ലോ, തട്ടിയാൽ മതി. ആ തട്ടുന്ന സാധനം ഇവിടെ ചെവിയുടെ തൊട്ട് മുകളിൽ നമ്മുടെ ബ്രെയിൻ. കൂട്ടുകാർ പറഞ്ഞ് പറ്റിക്കുന്ന വഴിയാണ് ഞാൻ പറയുന്നിട്ടാ. ഈ ബ്രെയിനെ ഈ ചെവിയുടെ തൊട്ട് മുകളിലാ. അപ്പൊ ഇവിടുന്ന് ഈ തട്ടുന്ന സാധനം നമ്മുടെ ബ്രെയിനകത്ത് സേവ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കും. അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. കൂട്ടുകാര് പറഞ്ഞ് പറ്റിക്കുകയാണ്, കൊണ്ടുവെക്കും. അങ്ങനത്തെ ചില ഒരു പ്രത്യേകതയുള്ള മരുന്നാണിത്. പിന്നെ ഒരു കാര്യമുണ്ട്, എക്സാമിനൊക്കെ പോണതിന്റെ 1 മണിക്കൂർ മുമ്പ് ലേശം ഒരെണ്ണം പിടയ്ക്കണം, എന്നാലുള്ളൂ. ഇവിടെ കൊണ്ടച്ച സാധനല്ലേ, ആ സാധനം അതുപോലെ ഇറങ്ങി വന്ന് പെന്നിലൂടെ ആൻസർ ഷീറ്റിലേക്ക് പെടപെടാന്ന് പെടപ്പിച്ചിടാൻ പറ്റൂ. പറഞ്ഞു പറ്റിക്കുകയാണ് കൂട്ടുകാർ. നമ്മുടെ മക്കളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ്. അവരെ പ്രായം അതാണ്. കൂട്ടുകാരാണ് അവർക്ക് വലുത്. ഒരു 10 വയസ്സ് വരെ നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങും, കൂട്ടുകാരോട് അടുക്കാൻ തുടങ്ങും. ഏതായാലും ഇവൻ വീണു, അവനെ ഞങ്ങൾ എന്തായാലും പിടിച്ചു, അവനെ കൊണ്ടുപോയി ചികിത്സിച്ചു, ഭേദമാക്കി. അവൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തു, അതിന് മുകളിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഗൾഫിൽ 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്. കഴിഞ്ഞ ലീവിൽ നാട്ടിൽ വന്നപ്പോൾ അവൻ അവന്റെ സ്വന്തം കാറിൽ വന്നിട്ട് എന്നെയും സുനിൽ സാറേയും കൂട്ടിക്കൊണ്ടുപോയി ചമരോട്ടം ജംഗ്ഷനിലെ ആ ഫേമസ് ബേക്കറി കൊണ്ടുപോയിട്ട് അവൻ പറയാ, എന്തെങ്കിലും എന്റെ വക എന്തെങ്കിലും ഒന്ന് കഴിക്കും സാറേ. ഞങ്ങൾ എക്സൈസുകാർ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന അങ്ങനെയല്ല സാറേ, എന്റെ സന്തോഷം കൊണ്ട് തരും, അത് വേറെ ഒന്നും അല്ലല്ലോ. എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങൾ അന്ന് എന്നെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു ഭ്രാന്തനായിട്ട് ഞാൻ നടക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സന്തോഷം, ഒരാൾ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് ആരും പോസിറ്റീവായിട്ട് അതെടുക്കണ്ട. അങ്ങനെ രക്ഷപ്പെട്ടവരെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ എൻ്റെ 25 വർഷത്തെ പോലീസിലും എക്സൈസിലുമുള്ള എൻ്റെ സേവനകാലത്തിൽ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചതിൽ അത്ര തീവ്രമായി അടിമപ്പെട്ട് തിരിച്ചു വന്നവരെ കുറിച്ച് എനിക്ക് നിങ്ങളെടുത്ത് പറഞ്ഞു തരാൻ വളരെ ചുരുക്കമേ ഉള്ളൂ. എന്നാൽ തിരിച്ചു വരാൻ പറ്റാതെ തകർന്നടിഞ്ഞു പോയ 100 കണക്കിന് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പോയാൽ തിരിച്ചു പോരാൻ പറ്റില്ല. അതിനൊറ്റ മാർഗ്ഗേ ഉള്ളൂ, നമ്മുടെ മക്കൾ ലഹരിയിലേക്ക് അടിമപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. സർ, തിരിച്ചു പോരാൻ പ്രയാസമാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം, ഏറ്റവും വലിയ തീവ്രത. അപ്പൊ ഇപ്പോഴും നമ്മളെ മനസ്സിൽ കരുതണ്ട, എന്റെ മോൻ ചെയ്യൂല, ഒരിക്കലും കരുതണ്ട. അവരെ പ്രായം അതാണ്. ഇവിടെ ഇരിക്കുന്ന സാറ്, നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ സാറ് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു. നമ്മുടെ തലമുറയല്ല, 20 വയസ്സിലെ സാറ് പറഞ്ഞത് കേട്ടു. അതിൽ വ്യത്യാസമുണ്ട്. അവരെ ബ്രെയിനിന്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സുഖം കിട്ടുന്ന വഴികളിലേക്ക് അവർ അറിയാതെ പോവും, വീണുപോവും. അത് അരുത് എന്ന് പറയുന്ന അവരെ ഫ്രോണ്ടൽ ലോബ്, ഇവിടെയുള്ള ഒരു കൊഗ്നിറ്റീവ് ബ്രെയിൻ ഉണ്ട്, നല്ല ഒരു ഭാഗം. അതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട കൊടുക്കണം. ഏതായാലും വീണു പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല. ഒറ്റ ഉദാഹരണം പറയാം. ഈ വളാഞ്ചേരി വെച്ച് ഏറ്റവും വലിയ തീവ്രത എന്ന് പറയുന്നത്, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വളാഞ്ചേരി വെച്ച് 365 പൊതി, ഒരു പൊതിയിൽ 1 ഗ്രാം പോലും തികയാത്ത ഒരു സാധനമായിട്ട് ഒരാൾ പിടിച്ചു. ആള് പാവമാണ്, സാധുവാണ്, എപ്പോഴോ അകപ്പെട്ടു പോയതാണ്. പക്ഷേ ഇവൻ വിൽപ്പന തുടങ്ങി. എന്താ വെച്ചാൽ ആദ്യം വെറുതെ കൊടുത്തു. വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്, ഉമ്മയും ഉപ്പയും എന്നും വഴക്കാണ്. ഈ സാഹചര്യത്തിൽ അവന്റെ മനസ്സാകെ അലങ്കോലപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അവൻ ചുണ്ടിലേക്ക് എടുത്തതാണ്. പിന്നീട് അവൻ അത് തുടർന്നു. ആദ്യം വെറുതെ കൊടുക്കും, പിന്നെ പൈസ വേണ്ടി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ എടുത്തു വെച്ച പൈസ കട്ടിട്ട് പോയി. അത് തീർന്നപ്പോൾ നമ്മുടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് കോഴിക്കോടേക്ക് പോണ ബസ് സ്റ്റോപ്പ്, കോഴിക്കോട് ലിമിറ്റഡ് സ്റ്റോപ്പ് വരുന്ന ബസ് സ്റ്റോപ്പിൽ അവൻ പോയി നിൽക്കും. ബസ് വരും, തിരക്കുള്ള ബസ്സിൽ കയറും. എന്നിട്ട് ആ തിരക്കിനിടയിലൂടെ നടന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ പേഴ്സ് അവൻ അടിച്ചെടുക്കും. പോക്കറ്റടി പിടിച്ചു, ഈ മരുന്ന് വാങ്ങാൻ വേണ്ടി മാത്രം. ഒരു ദിവസം ബസ് കയറിയപ്പോൾ ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഒരു മാല കണ്ടു. അത് പൊട്ടിക്കാൻ ഒരു ശ്രമം നടത്തി. യാത്രക്കാർ പിടിച്ചു. അവനെ നല്ലോണം പഞ്ഞിക്കിട്ട് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. റിമാൻഡായി, ജയിലിലായി. 8-9 മാസം കഴിഞ്ഞ് സ്വാഭാവികമായി അവൻ ഇറങ്ങിയ സമയത്ത് വീണ്ടും സാധനത്തിന് വന്ന് ഈ വിൽക്കുന്ന ആളോട് ചോദിച്ചു, എടാ ലേശം സാധനം കാട്ടറാ, പൈസ എവിടെ? പൈസ ഇല്ലടാ.
എടാ പൈസ വേണ്ട, പൈസ ഇല്ലാതെ തരാൻ പറ്റടാ, ഇത് വിലപ്പിടിപ്പുള്ള സാധനം, പൈസ താ. എടാ എന്റെ കയ്യിൽ പൈസ ഇല്ലടാ, ഞാൻ ജയിലിൽ കിടക്കായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാ, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി ലേശം താ എന്ന് പറഞ്ഞപ്പോ നീ ഇവിടെ വാ, തരാം, ഒരു പ്രാവശ്യമില്ല 10 പാക്കറ്റ് തരാം, 10 പാക്കറ്റ്, നീ അത് കൊണ്ടുപോയി വിൽക്ക്, കസ്റ്റമേഴ്സിന് ഉണ്ടാക്ക്, അപ്പൊ നിനക്ക് ഉപയോഗിക്കാനുള്ള സാധനം കിട്ടും, പൈസയും കിട്ടും. ആ പാക്കറ്റുമായിട്ട് നമ്മുടെ മക്കൾ പോണ വഴികളിലും വരും. പാക്കറ്റ് വേണമെന്ന് പറഞ്ഞ് കൊടുക്കില്ല, അവരെ വീഴ്ത്താൻ വേണ്ടി പല വഴികളും ഉപയോഗിക്കും, മിഠായിലൂടെയും മറ്റൊക്കെ ഉപയോഗിക്കും. വിശദമായിട്ട് ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുന്നു. ഇവൻ വിൽപ്പന തുടങ്ങി, പിടിച്ചു, ലോക്കപ്പിനകത്ത് കൊണ്ടുപോയിട്ടു. പാവാണ്, സാധുവാണ്, അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഈ സാധു എന്ന് പറഞ്ഞ ആളുടെ സ്വഭാവം പെട്ടെന്നാണ് മാറി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സാധാരണ ഈ മയക്കുമരുന്ന് എടുക്കുന്ന സമയമായപ്പോൾ സ്വഭാവം മാറി. അപ്പോൾ ഇവൻ എണീറ്റിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ലോക്കപ്പിന്റെ വാതിലിന്റെ അവിടെ വന്നിട്ട് ഞങ്ങളെങ്ങനെ ഉറക്കെ ഇങ്ങനെ സാറേ എന്നെ വിളിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ അവന്റെ മുഖമാകെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ നമ്മുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തിട്ട് പറഞ്ഞു, സാറേ ലേശം സാധനം താ, വേൻ താ. ഞങ്ങൾ പറഞ്ഞു പോയി കിടക്കടാ, എക്സൈസ് ഓഫീസിലാണ് സാധനം, പോയി കിടക്കടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞങ്ങളെ ചൂണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന പോലെ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ചൂണ്ടിയിട്ട് അവിടെ പോയി കിടന്നു. 1 മിനിറ്റ് കിടന്നില്ല, അവിടുന്ന് ചാടി എണീറ്റ് അവൻ വീണ്ടും ആ ലോക്കപ്പിന്റെ അവിടെ വന്നിട്ട് പറയാണ്, എനിക്ക് സാധനം തരാൻ പറ്റൂലല്ലേ, സ്റ്റേഷനകത്ത് നടക്കുന്ന കാര്യം പറയണേ, എനിക്ക് സാധനം തരാൻ പറ്റൂലല്ലേ, നിങ്ങൾക്കുള്ള പണി ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് ലോക്കപ്പിന്റെ ഇങ്ങനെ ക്രോസിൽ കൊടുത്ത പട്ടയുടെ മുകളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് തല ശക്തമായിട്ട് അടിച്ച് നെറ്റി പിളർന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോഴേക്കും നെറ്റി പൊട്ടി, മുഖം മുഴുവൻ രക്തം, ശരീരം വാന്തി പൊളിക്കാൻ തുടങ്ങി, പുറകിലെ ചുമരിലടിക്കുന്നു. ഞങ്ങൾ ചെന്ന് അവനെ കീഴ്പ്പെടുത്തി, കയ്യിലും കാലിലും വിലങ്ങിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുത്ത് നോർമലാക്കി, സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് ചെയ്തിട്ട് ഡോക്ടർ തിരിച്ച് കൊണ്ടുപോയിക്കോളം പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സാറേ വലിയ ഭ്രാന്തല്ലേ ഇവൻ കാണിച്ചേ, ഇതുപോലത്തെ ഭ്രാന്ത് ഇനിയും കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് വിത്ഡ്രോവൽ സിംറ്റമാണ്. രക്ഷിതാക്കൾ കേട്ടോളൂ, ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു വ്യക്തി, നമ്മുടെ മക്കളായാൽ പോലും അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്ന ഒരു അവസ്ഥ അതാണ്. ഇത് കിട്ടാതെ വരുമ്പോ എന്തും ചെയ്യും, ഭ്രാന്ത് ചെയ്യും, എന്ത് ഭ്രാന്തും കാണിക്കും. ഇത് ലഹരി ഉപയോഗിച്ച് ശീലിച്ച ആൾ അത് കിട്ടാതെ വരുമ്പോ കാണിക്കുന്ന ഭ്രാന്താണ്, എന്തും ചെയ്യും. സ്വയം ബ്ലേഡ് എടുക്കും, സ്വയം ഇറച്ചി മുറിക്കും, സ്വന്തം ശരീരം മുറിക്കും, മുറിച്ച് ആ വേദനയിൽ ആനന്ദം കണ്ടെത്തും. ചിലവരെ രക്തം കുടിച്ചു നോക്കും, ഇതൊക്കെ ചെയ്യും. അത് വിത്ഡ്രോവൽ സിംറ്റമാണ്. അത് ചെയ്യാൻ, അതൊന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കോടതി കൊണ്ടുപോകാൻ നേരത്താണ് അവന്റെ ഉമ്മ കയറി വരണേ. ഉമ്മാനെ കണ്ടപ്പോ, ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ കേട്ടോ, നമസ്കാരം. ഉമ്മാനെ കണ്ടപ്പോ അവൻ ദൂരെ നിന്നൊരു നിഴല് പോലെ ആണെന്ന് മനസ്സിലാവണില്ല. അവൻ ലോക്കപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ദൂരേക്ക് കാണാം ജനലിലൂടെ. അപ്പൊ ഒരു നിഴല് കണ്ടപ്പോ പറഞ്ഞു, സാറേ ഒന്ന് വരുമോ, സാറേ എന്റെ ഉമ്മ വരുന്നുണ്ട്. നോക്കിയപ്പോ ഒരു നിഴല് പോലെ ആരൊക്കെ വരുന്നുണ്ട്. എടാ അത് എന്റെ ഉമ്മയെന്ന് എങ്ങനെ മനസ്സിലായി? സാറേ എന്റെ ഉമ്മ തന്നെയാണ് സാറേ, എന്റെ ഉമ്മാനെ കണ്ട എനിക്ക് മനസ്സിലാവൂലേ. അതായത് സ്വബോധമുള്ളപ്പോ അവന് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. സാറേ ഈ ലോക്കപ്പ് ഒന്ന് തുറന്നു തരുമോ? ഞാൻ വരുമ്പോ ഈ ലോക്കപ്പിനകത്ത് ഞാൻ കിടക്കണ് കാണുമ്പോ എന്റെ ഉമ്മാക്ക് വല്ലാത്ത സങ്കടാവും. ഒന്ന് തുറന്നു തരുമോ സാറേ, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തല്ലേ. എടാ എന്റെ ഉമ്മാക്ക് സങ്കടമൊക്കെ ഉണ്ടോ? സാറേ എന്നെ കളിയാക്കല്ല സാറേ, ഒന്ന് തുറന്നുതാ സാറേ, നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം, ഒന്ന് തുറന്നുതാ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തുറന്നു കൊടുത്തു. ഒരു കൊച്ചുകുട്ടിയെ പോലെ 23 വയസ്സുള്ള യുവാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം. അവൻ പറയാണ്, ഉമ്മ ഈ നശിച്ച മരുന്നിന് ഞാൻ അടിമപ്പെട്ടു പോയി, ഞാൻ എന്താ ചെയ്യാ? സങ്കടം പറയാണ്, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ, ഞാൻ എന്താ ചെയ്യേണ്ട ഉമ്മ, നമുക്ക് മരിക്കും ഉമ്മ. നിസ്സഹായരായ ഒരു ഉമ്മയുടെയും മകന്റെയും അവസ്ഥ കാണാൻ അവർക്കറിയാം, തിരിച്ചു പോരാൻ പറ്റില്ല, ഒന്നും ചെയ്യാനില്ല. ഞാനിതിന് അടിമപ്പെട്ടു പോയി, നമുക്ക് മരിക്കും ഉമ്മ, നമ്മുടെ ഇക്കാക്കയോ പോയി, ഞാനും ഇപ്പൊ അടിമപ്പെട്ടല്ലോ, നമ്മുടെ ഇക്കാക്കയോ പോയി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു, എന്താ കാര്യം? ഒരു ഇക്കാക്കയുടെ കാര്യം. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം, നമുക്കറിയുന്ന ഒരു സ്ഥലത്ത്, ഒരു പരിസരത്ത് ഒരു ദിവസം രാവിലെ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു പൊന്തയുടെ ഉള്ളിൽ നിന്ന് 2 കാലുകൾ പുറത്തേക്ക് കിടക്കുന്നു. അയാളൊന്ന് എത്തി നോക്കിയപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. അയാൾ ഓടിപ്പോയി പോലീസിനോട് വിവരം പറഞ്ഞു. പോലീസ് വന്ന് ഡെഡ് ബോഡി എടുത്ത് പുറത്തെടുത്ത് കിടത്തിയപ്പോൾ കണ്ട പ്രത്യേകത, ആ മരിച്ചു കിടക്കുന്ന ആള് അവന്റെ ശരീരം മൊത്തം ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ടിരിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. കിട്ടാതെ വന്നപ്പോൾ മുറിക്കുകയാണ്, കിട്ടാതെ വരുമ്പോ ജോയിൻസിൽ മുഴുവൻ ഇഞ്ചക്ഷൻ ചെയ്ത അടയാളങ്ങൾ, മയക്കുമരുന്ന് കുത്തിക്കയറ്റിയ അടയാളം. കുറെ കഴിഞ്ഞപ്പോൾ ഈ ഞരമ്പ് കിട്ടാതെ വരും. അവന് മരുന്ന് കിട്ടിയ ഒരു ദിവസം, പക്ഷെ ഞരമ്പ് കിട്ടിയില്ല. ഇത് കുത്തിക്കയറ്റാൻ ഞരമ്പ് പുറത്തേക്ക് വരണ്ടേ, വരുന്നില്ല. മുറുക്കി കെട്ടി നോക്കി, പക്ഷെ ഈ സുഖം കിട്ടണം, ഇത് അടിച്ചു കയറ്റിയേ പറ്റൂ. ആ ഞരമ്പ് കുത്തിക്കയറ്റാൻ, ആ മരുന്ന് കുത്തിക്കയറ്റാൻ ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് പറയാൻ മടിയുണ്ടെന്നാൽ പോലും പറയാണ്, അവസാനത്തെ ഡോസ് മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചു കയറ്റുകയാണ്, അവന്റെ മൂത്രക്കൊടിയിൽ അടിച്ചു കയറ്റുകയാണ്. ആ അടിച്ചു കയറ്റി ആ സമയം അവൻ പെടഞ്ഞു മരിച്ചു. അവനറിയാം ചിലപ്പോൾ ഞാൻ മരിക്കും.
ആ മരിച്ചു കിടന്ന ആ യുവാവിന്റെ നേരെ അനിയനെയാണ് അതേ മയക്കുമരുന്നായിട്ട് ഞങ്ങൾ പിടിക്കുന്നത്. എത്രാമത്തെ ദിവസം എന്നറിയോ? 62ാമത്തെ ദിവസം. മൂത്ത മകൻ, ആ ഉമ്മയുടെ മൂത്ത മകൻ ഇതേ മയക്കുമരുന്ന് കുത്തിവെച്ച് മരിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തെ മകനെ പിടിക്കുന്നത്. കേട്ടോളൂ, മൂത്ത മകൻ മരിച്ച് കബറടക്കം കഴിഞ്ഞ് ഉസ്താദുമാര് നാട്ടുകാരൊക്കെ മടങ്ങിപ്പോയി. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഉമ്മയും ഈ രണ്ടാമത്തെ മകനും തനിച്ചായ സമയത്ത് ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പിടിച്ചുകൊണ്ടുവന്ന മകൻ അന്ന് പറഞ്ഞു, ഉമ്മ നമ്മുടെ ഇക്കാക്ക പോയില്ലേ, നമ്മുടെ ഇക്കാക്ക മരിച്ചില്ലേ, ആ വിഷം കുത്തി വെച്ചിട്ടാണ് ഇക്കാക്ക മരിച്ചേ, അതുകൊണ്ടാണ് ഇക്കാക്ക മരിച്ചേ. പക്ഷെ ഉമ്മ, ഇനി എൻ്റെ ഉമ്മയാണ് സത്യം, ആ വിഷം എൻ്റെ കൈകൊണ്ട് ഞാൻ തൊടൂല, ഒരു മയക്കുമരുന്നും ഇന്ന് മുതൽ ഞാൻ തൊടില്ല, ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് ഉമ്മയുടെ നെറുകയിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് അവൻ സത്യം ചെയ്തു. അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ആ സത്യത്തിനും ആ പ്രതിജ്ഞയ്ക്കും കൂടി വന്നാൽ ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്ക് വീണ്ടും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. വീണ്ടും ഉപയോഗിക്കും. അതാണ് മയക്കുമരുന്ന്. ഒരിക്കലും ഉപയോഗിച്ച് ആ ആസക്തി, ആ ലഹരിയുടെ ആ ഒരു സുഖം നമ്മൾ ബ്രെയിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വേണം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു റിവാർഡ് സെന്റർ അവിടെയുണ്ട്. അത് ആവശ്യപ്പെടുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഭ്രാന്ത് വരും, എന്തും ചെയ്യും. ആ ഭ്രാന്താണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, സ്വന്തം ഉമ്മയുടെ കഴുത്തിന് പിടിച്ച് കുത്തിപ്പിടിച്ച് ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ച മകന് ലഹരി മരുന്ന് കിട്ടാത്ത ഭ്രാന്തായിരുന്നു. അതിനൊറ്റ മാർഗ്ഗേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു നോക്കാൻ പോലുമുള്ള അവസരം ഉണ്ടാവരുത്. ആ അവസരം ഉണ്ടാവാതെ അവരെ നല്ല മക്കളായിട്ട് വളർത്താൻ സാധിക്കണമെങ്കിൽ അവരെ എന്നും നമ്മൾ ചേർത്ത് പിടിച്ചേ പറ്റൂ. 10 വയസ്സ് വരെയൊക്കെ ചേർത്ത് പിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ പ്രായത്തിന്റെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും, ചില നിഷേധങ്ങളും അല്ലെ. നിഷേധികളാവും, പറഞ്ഞാൽ കേൾക്കില്ല, ചിലപ്പോൾ തർക്കുത്തരം പറയും. ഇപ്പോൾ പാപ്പ പറഞ്ഞാൽ കേൾക്കാത്തവരാവും, നിഷേധികളാവും. നമ്മുടെ സ്വഭാവത്തിലും തിരിച്ചും ആ നിഷേധികളോട് പെരുമാറുന്ന രീതി വരും. നമ്മളും കടിച്ചു പറിച്ചിട്ട് പെരുമാറുക. അപ്പൊ സ്വാഭാവികമായും മക്കളെ വിചാരിക്കും, എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ ഉപ്പാക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഇപ്പൊ എന്നെ കണ്ടൂടാ. അപ്പൊ അവർക്ക് സ്നേഹം കൊടുക്കാൻ ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അത് ചതിയുടെ വഴിയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. അവരെ എന്നും ഒരു 15, 16, 20 വയസ്സായാൽ പോലും നമ്മൾ എന്നും അവരൊന്ന് ചേർത്ത് പിടിച്ച് ഒരു മുത്തം കൊടുക്കും. ഉമ്മ എന്നും ഉമ്മ തന്നെയാണ്. അതിനപ്പുറം അതിന്റെ അർത്ഥം അതിന് വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത സുഹൃതം. ഞാൻ പറഞ്ഞല്ലോ, ആ ഉമ്മ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ എല്ലാ മറ്റുള്ള സുഖങ്ങളിലേക്ക് പോകുന്ന എല്ലാ ഹോർമോണുകളും അങ്ങനെ ചാനലൈസ് ചെയ്യപ്പെടും. എവിടേക്കും അവർ പോവില്ല. അത് അമ്മയ്ക്കേ സാധിക്കൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തത്. മനോഹരമായ മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മുടെ മക്കളെ വളർത്താൻ സാധിക്കട്ടെ. ഏതായാലും MET സ്കൂള് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പട്രോളിങ് ഈ വഴിയിലൂടെ ഒക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അത്തിപ്പറ്റ, ഇങ്ങോട്ട് കറയക്കാട് എല്ലാ റൂട്ടിലൂടെയും ഞങ്ങൾ ഇങ്ങനെ പട്രോളിംഗ് ഒക്കെ പോവാറുണ്ട്. പലപ്പോഴും പല സ്ഥലത്തും പല സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ മോശമായ അവസ്ഥയിലൊക്കെ കാണാറുണ്ട്. പല പ്രധാനപ്പെട്ട സ്കൂളുകളിലെയും വിദ്യാർത്ഥികളൊക്കെ അതിൽ പെട്ടുപോകാറുണ്ട്. പക്ഷേ ഞാൻ അഭിമാനപൂർവ്വം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ഇവിടെ ഉള്ള സേവന കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മുടെ MET സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പോലും മോശമായ അവസ്ഥയിൽ ഞങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിട്ടില്ല എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. എന്നും അതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുകയാണ്. പിന്നീട് കാണാം. നന്ദി. കാലത്തെ കുറിച്ചാണ്. കാലം നല്ലതാണോ എന്ന് ചോദിച്ചാൽ കാലത്തിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് സാറ് പറഞ്ഞ കവിത. ഒരു 3-3.5 വയസ്സുള്ള ഒരു കൊച്ചു മോള്, 3.5 വയസ്സേ ഉള്ളൂ. മോളും അമ്മയും തമ്മിലുള്ള ഒരു സംസാരമാണ് ആ കവിത. മോൾ അമ്മയോട് ചോദിക്കുകയാണ്, അപ്പുറം വീട്ടിലെ അപ്പൂപ്പൻ ഇന്നലെ, അമ്മേ അപ്പുറം വീട്ടിലെ അപ്പൂപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു, തത്തമ്മ പെണ്ണിന്റെ താറാക്കോഴിയുടെ തക്കിടി മുണ്ടന്റെ കഥ പറഞ്ഞു. അപ്പുറം വീട്ടിലെ അപ്പൂപ്പൻ എന്നോട് ഒരുപാട് കഥ പറഞ്ഞു, താറാവിന്റെ, കോഴിയുടെ, കാക്കയുടെ. മുത്തങ്ങൾ തന്നെന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു, തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാനമ്മേ പോകയാണിന്ന് ഞാൻ അക്കരയ്ക്ക്. ഇന്ന് തൂക്കണാം കുരുവിയുടെ കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേൾക്കാൻ വേണ്ടി പോട്ടമ്മേ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, മോളെ നിൽക്ക്, അമ്മ പറയട്ടെ. തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്ന് പോരുന്നു നിന്റെ കൂടെ. ഇന്ന് അമ്മയും വരുന്നുണ്ട് നിന്റെ കൂടെ.
തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്ന് പോരുന്നു നിന്റെ കൂടെ. ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പൂപ്പൻ ചൊല്ലുന്ന ഒറ്റ കഥയും കഥകളല്ല. ഒറ്റയ്ക്കു പോയി കഥകൾ നീ കേൾക്കേണ്ട, ഒക്കത്തു കേറി മറിഞ്ഞിടണ്ട. ഒറ്റയ്ക്ക് പോയിട്ട് എന്റെ പൊന്നുമോള് കഥ കേൾക്കണ്ട, ഒക്കത്ത് കേറി മറിയും വേണ്ട. എന്താ കാര്യം? അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും. അപ്പൂപ്പനും മോളും നല്ലവരാണ്, അമ്മയ്ക്കറിയാം. അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും അത്രയ്ക്ക് നല്ലതല്ലിന്ന് കാലം. കാലം അത്രയ്ക്ക് നല്ലതല്ല. അതാണ്. അത് അപ്പൂപ്പന്മാരെ മോശപ്പെടുത്തി പറയുന്ന കവിതയല്ല. അത് അപ്പൂപ്പനായാലും അമ്മാവനായാലും അച്ഛനായാൽ പോലും അതാണ് അവസ്ഥ. കേട്ടോളൂ. 16ഉം 18ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളെ എനിക്കറിയാവുന്ന ഒരു വീട്ടില് അമ്മ രാത്രിയായാൽ അടുത്ത വീട്ടിൽ കൊണ്ടുചെന്നാക്കും. എന്നിട്ട് പറയും, ഈ മക്കളെ ഇന്നൊന്നും ഇവിടെ നിർത്തുവോ? നിങ്ങളുടെ വീട്ടിലെന്താ കുഴപ്പം? പറയില്ല. അടുത്ത ആഴ്ച വീണ്ടും കൊണ്ടുവരും. ഇന്നുകൂടി എന്റെ മക്കളൊന്ന് നിർത്തും, ഇവിടെ രാവിലെ കൊണ്ടുപോയിക്കോളാം. നിങ്ങളുടെ വീട്ടിലെന്താ കുഴപ്പം? മക്കൾ ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിലെന്താ കുഴപ്പം? വീണ്ടും വീണ്ടും കുത്തി ചോദിച്ചപ്പോ മനസ്സില്ല മനസ്സോടെ ആ അമ്മ പറയും, ഇന്ന് കുട്ടികളുടെ അച്ഛൻ വരുന്നുണ്ട്. ആ മനുഷ്യൻ വരുന്ന ദിവസമാണ് ഈ 2 മക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആക്കണേ. ആ മനുഷ്യൻ ആ വീട്ടിനകത്ത് ഉണ്ടാവുമ്പോ ഈ 2 മക്കളെ, ഈ പ്രായപൂർത്തിയായ 2 പെൺമക്കളെ അയാളെ മുന്നിൽ നിർത്തിക്കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്ന ഗതികെട്ട അമ്മമാരും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നേരം ഇരുട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികളുണ്ട്. നേരെ അസ്തമിക്കല്ലേ, അസ്തമിക്കുമ്പോ ദൈവത്തോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ നേരെ ഇരുട്ടാൻ പോവാണല്ലോ. എന്താണ്? നേരെ ഇരുട്ടുമ്പോഴാണ് ജ്യേഷ്ഠൻ ആങ്ങള കയറി വരിക. ആങ്ങളയുള്ള വീട്ടില് ധൈര്യമായിട്ട് നിൽക്കാൻ വയ്യ. ഒരു പെണ്ണെന്ന് പറഞ്ഞ് ആങ്ങളയുള്ള വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു പെൺകുഞ്ഞിന്, ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ സുരക്ഷ കിട്ടേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിന്റെ പുറകില് ലഹരിയാണ്. മനുഷ്യനെ തിരിച്ചറിയാത്ത വിധത്തിൽ, അമ്മയെ പെങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യനെ മാറ്റുന്നത് ലഹരിയാണ്. അതിലേക്ക് നമ്മുടെ മക്കൾ പോവരുത്. അതിനെതിരെ ജാഗ്രതയോടെ ഇരിക്കുക. നന്ദി.